നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ നമ്മൾ കണ്ടത് 4-ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ കൃപ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു തന്നെ സാധിക്കില്ല, എല്ലാം സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അരോഗരായിട്ട് കുറേ മഹർഷിമാരെ, നാരദൻ മുതലായിട്ടുള്ള മഹർഷിമാർ അരോഗരായിട്ട് യാതൊരു രോഗവും ഇല്ലാതെ ഭഗവത് ഭക്തി കൊണ്ട് സഞ്ചരിക്കുന്നു. മാത്രമല്ല, രോഗം എന്ന ഒരു കാര്യം അല്ലാതെയും അവർക്ക് നേട്ടമുണ്ട് ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട്. ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പുറമെ സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന, ഭഗവാനിൽ നിന്ന് ഭഗവാനോടുകൂടി ഒന്നായി ചേരുന്ന അനുഭൂതിയാണ് സദാനന്ദ അദ്വൈതം. അപ്പം അതിൻ്റെ ആ പ്രസരമാകുന്ന, ഒഴുക്ക് ആകുന്ന അതിൽ മുങ്ങുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു സുഖം ഈ ലോകത്തിലോ പരലോകത്തിലോ ഇല്ല. രണ്ട് ലോകത്തിലും ഇല്ല. ഈ ലോകത്തിലും ഇല്ല, അടുത്ത ലോകത്തിലും ഇല്ല. ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിന് തുല്യമാക്കാൻ സ്വർഗാദി സുഖങ്ങളൊക്കെ ഇല്ല. അത് പരലോകം ഇവിടെയുള്ളതും ഇല്ല. കിമപരം. അപ്പോൾ എന്തും ലഭിക്കാൻ രോഗത്തിന് പുറമെ, രോഗം മാറുക എന്നുള്ളതിന് അവസ്ഥയ്ക്ക് പുറമെ എന്തിനും മതി എന്നുള്ളതും പരമാനന്ദ ആയിരിക്കുന്ന ആനന്ദത്തിൽ മുങ്ങാനായിട്ടുള്ളൊരു പ്രയോജനം കൂടി ഉണ്ട്. സകാമ ഭക്തന്മാർ ക്രമേണ നിഷ്കാമ ഭക്തന്മാരായിട്ട് ഉയരുന്നു. ഒന്നും ആഗ്രഹമില്ലാത്തവരായിട്ട് തീരുന്നു. അതോടെ അവരുടെ മനസ്സ് ശാന്തമാവുകയാണ്. ഇനി അടുത്ത ശ്ലോകം. ഭവത് ഭക്തിസ്പീത ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ലശേത് വ്യാസക്തോക്തി തവ ജവജനം നൈകമവജോ പവേന്മിത്യ ഋത്യാ പുരുഷവചനപ്രായമഖിലം. ഇവിടെ പറയുകയാണ്, സർവേശ്വര ഭക്തി എനിക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. സ്പീത വർദ്ധിച്ച, മമ ഭവത് ഭക്തി എനിക്ക് അങ്ങയിലുള്ളതായ ഭക്തി. മമ എന്നോട് തുടങ്ങുക. അപ്പം മമ എന്ന് പറഞ്ഞാൽ എന്നിൽ, എനിക്ക് ഭവത് ഭക്തി അങ്ങയിലുള്ള ഭക്തി സ്പീത ഭവതു വർദ്ധിച്ച രീതിയിൽ ഉണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവുന്നു? അശേഷക്ലേശൗഘം സ ഏവ പ്രശമയേത്. എല്ലാ ക്ലേശങ്ങളും അതുകൊണ്ട് ഇല്ലാണ്ടാവും. രോഗം എന്ന് മാത്രമല്ല, എല്ലാവിധ വിഷമങ്ങളും അതുകൊണ്ട് ഇല്ലാതാവും. അപ്പം നേരത്തെ പറഞ്ഞത് തന്നെയാണല്ലോ, പരാനന്ദ അദ്വൈതം, സദാനന്ദ അദ്വൈതത്തിൽ മുങ്ങാനും രോഗങ്ങൾ ഇല്ലാതെയാവാനും. രോഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗമാണ് അവിടെ പ്രധാന കാര്യം എന്നുള്ളത് കൊണ്ടാണ്. രോഗം മാത്രമല്ല, എല്ലാ ക്ലേശങ്ങളും തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എനിക്ക് അങ്ങനെ പറയാനുള്ള പ്രമാണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ക്ലേശോഖം ശമിപ്പിക്കും എന്നുള്ളതിൽ വളരെ ഉറപ്പാണ്. ന ഖലു ഹൃദി സന്ദേശകണിക. ഇതിലെനിക്ക് ഒട്ടും തന്നെ സംശയമില്ല. ന ഖലു ഹൃദി സന്ദേശകണിക. സന്ദേഹകണിക, സന്ദേശമല്ല, സന്ദേഹം, സംശയം. ഒട്ടും സംശയം എനിക്ക് ഈ വിഷയത്തിൽ ഇല്ല. ക്ലേശങ്ങൾ തീരുമോ എന്ന സംശയം എനിക്ക് ഇല്ല. എന്താണ് ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്നൊന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്? മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഏതാണ് അടിസ്ഥാനം? അവിടെ പറയണം, ചേത് വ്യാസക്തി, ചേത് പ്ലസ് വ്യാസയാണ് ചേദ്വ്യാസ എന്നാവണത്. ഇതാന്നിട്ടിട്ട് ഇങ്ങനെ കൂട്ടിട്ടിട്ട് ഇങ്ങനെ വീണ്ടും ഒരു കൂട്ടിട്ടിരിക്കണം. വായിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചേദ്വ്യ എന്ന് വായിക്കണം. ദ്വാന്നും ദ്വ്യാന്നും കൂടി എന്താ ഉണ്ടാവുക? ദ്വ്യ എന്ന് വരും ഇല്ലേ? അപ്പം അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത്, ചേത് പ്ലസ് വ്യാസ അങ്ങനെ ചൊല്ലിയാൽ മതി. ചേദ്വ്യാസ എന്ന് ബുദ്ധിമുട്ടി ഉച്ചരിക്കണമെന്നില്ല. സംസ്കൃതത്തിൽ അങ്ങനെയുള്ള പ്രയോഗം അതാണ് ഒഴിവാക്കിയിരിക്കണം. പ്രൊനൗൺസിയേഷനുള്ള എളുപ്പം കൊണ്ട് ഇങ്ങനെ ഒരു സംഗതി സംസ്കൃതത്തിലില്ല. ഇതെങ്ങനെ പിന്നെ എഴുതുക? ചേത് പ്ലസ് വ്യാസ അങ്ങനെയാണ് എഴുതുക. അപ്പോൾ ചേദ്വ്യാസ കൂട്ടക്ഷരാക്കിയിട്ട് അതിനെ
അതുകൊണ്ട് കഴിക്കാം. കൂട്ടക്ഷരം കൊണ്ട് ഈ പ്രയോജനം ഒഴിക്കാം. അപ്പോൾ കൂട്ടക്ഷരം ആണ് ഉച്ചരിക്കാൻ നമുക്ക് കൂടുതലും എളുപ്പം. ദ്വ എന്ന് പറയുമ്പോൾ ദാനും വാനും കൂടിയതാണ്. ഇവിടെ വ്യാ എന്നുള്ള അക്ഷരം വാക്ഷരം കൊടുത്തിട്ടേ ഇല്ല. ദ എന്നുള്ളത് കൂവ കൂട്ടവും കിയാ കൂട്ടവും എന്നാണ് പറയുക. ഞങ്ങളങ്ങനെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇട്ടതൊക്കെ കിയാ കൂട്ടവും ഇങ്ങനെ ഇട്ടതൊക്കെ കൂവാ കൂട്ടമാണ്. വാന്ന് യാന്നും അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതുകൊണ്ട് സംസ്കൃതത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇപ്പം ദ് പ്ലസ് വാ എന്നിട്ടാൽ ദ്വാന്നായി. ആ കൂടെ യാ കൂട്ടിയാൽ ദ്വയായുമായി. അത് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ചും കൂടി സൗകര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അക്ഷരമാക്കിയിട്ട് മാറ്റിയിരിക്കണം. അപ്പോൾ ഇവിടെ ചേദ്വ്യ എന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ലേശം ഒരു എഫർട്ട് എടുക്കണം. ഇപ്പം ചേദ്വ്യാസ എന്നിട്ടാൽ മതി. ചേത് വ്യാസ, ചേത് പ്ലസ് വ്യാസ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ക്ലേശങ്ങൾ തീർക്കുക എന്നത് സത്യമല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ വ്യർത്ഥാവുക? വ്യാസസ്യ, എല്ലാം അറിയുന്ന വേദവ്യാസൻ പറയുന്നത് ഉക്തി. ഉക്തി എന്ന് പറഞ്ഞാൽ പറച്ചിൽ, ഉക്തമായ ആ ഉക്തിയാണ് ഇവിടെ വ്യാസസ്യോക്തി എന്ന് പറഞ്ഞത്. വ്യാസസ്യ ഉക്തി, വ്യാസസ്യോക്തി. വ്യാസൻ ഇത്രയും ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട ഉക്തികൾ, പറയപ്പെട്ടതായിട്ട് സംഗതികൾ, പിന്നെയോ അതുമാത്രമല്ല നൈകമവശോ വ്യാസക്തോത്തി തപച വചനം, ഭഗവാന്റെ തന്നെ വാക്കുകൾ ഉദ്ധവോപദേശത്തിലും പറഞ്ഞിട്ടുണ്ട്, ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. കപിലോപദേശം മുതലായിട്ടുള്ള സംഹിതകൾ പല സ്ഥലത്തും ഭഗവാൻ പറഞ്ഞിരിക്കണു. എന്നെ ഭജിക്കുന്നവരുടെ എല്ലാവിധ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, എൻ്റെ ഭക്തന് യാതൊരു വിഷമവും ഉണ്ടാവില്ല. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല. ഇതൊക്കെ ആരാ പറയണത്? വ്യാസനുമല്ല, വേറുള്ളവരുമല്ല, ആരുമല്ല, ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞ വചനം. അതാണ് നമ്മുടെ തവച വചനം, തവ അങ്ങയുടെ. അപ്പോൾ വ്യാസാദികളുടെയും അങ്ങയുടെയും ഉക്തികൾ, അങ്ങയുടെ വചനങ്ങൾ വ്യാസൻ്റെ ഉക്തികൾ, ഇത് രണ്ടും നൈകമവചോ എന്തായിട്ട് തീരും? വ്യർത്ഥമായിട്ട് തീരും. നൈകമവചോ വ്യാസൻ്റെ വാക്കും അവിടുത്തെ വാക്കും പിന്നെ വേദങ്ങളിലത്തെ വാക്കിനാണ് എന്തോ പറയുക? നൈകമവച, നൈകമവച. നൈഗമം, നിഗമം, വേദം. വേദത്തെ സംബന്ധിക്കുന്നത് നൈഗമം. വേദം എന്ന് പറഞ്ഞാൽ വേദം തന്നെ. ഇപ്പം നൈഗമം, നൈഗമം എന്ന് പറഞ്ഞാൽ വേദം, നൈഗമം എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിച്ചത്, വേദത്തെ സംബന്ധിച്ച വാക്ക്. അതേപോലെ തന്നെ അങ്ങ് പറഞ്ഞ വാക്ക്, വ്യാസൻ പറഞ്ഞ വാക്ക്, ഇതൊക്കെ എങ്ങനെയാണ് മിഥ്യയാവുക? അഖിലം, ഇതെല്ലാം ഭഗവാൻ ഭക്തന്മാരെ രക്ഷിച്ചില്ല എന്ന് വരുകിൽ, അങ്ങനെ ആയിത്തീർന്നാൽ ഈ വാക്യങ്ങളൊക്കെ വ്യർത്ഥാവും. ഏതെങ്കിലും വാക്കുപോലെ ആണോ ഇതൊക്കെ? ഭഗവാന്റെ വാക്കെന്നൊക്കെ പറഞ്ഞാൽ അതിലപ്പുറം ഒരു സത്യം ഉണ്ടാവാൻ പാടുമോ? സത്യം ഉണ്ടോ? അത് തന്നെയല്ലേ പരമസത്യം. വേദത്തിൽ പറഞ്ഞതും അങ്ങനെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. വേദവാക്യത്തെയാണോ അയാൾ പറയണത്? നമ്മൾ കളിയാക്കിയിട്ടോ ദേഷ്യം വന്നാലോ ചോദിക്കും. കാരണം വേദവാക്യം എന്ന് പറഞ്ഞാൽ അതിൽ പതിരില്ല. അതുകൊണ്ടാണ് വേദവാക്യം അങ്ങനെ ഉപമിച്ച് പറയണത്. അയാൾ പറഞ്ഞത് അപ്പം നിനക്ക് വേദവാക്യം എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം വേദവാക്യം എന്ന് പറഞ്ഞാൽ ഒരു അന്തിമ വാക്യമാണ്, ഒരു തെറ്റോ പതിരോ ഇല്ല എന്നർത്ഥം. ഭഗവാൻ പറഞ്ഞ വാക്ക്, പിന്നെ വേദവ്യാസൻ ശാസ്ത്രാദികളിൽ പറഞ്ഞ വാക്കുകളും അഖിലം, അതൊക്കെ എങ്ങനെയായിട്ട് തീരും? രത്യാപുരുഷവചനപ്രായം. രത്യാപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? റോട്ടിൽ കൂടെ ഒരു പണിയില്ലാതെ ഒരു ചുമതല ബോധം ഇല്ലാതെ നടക്കണ ആളുകൾ, അവരെയാണ് രത്യാപുരുഷന്മാർ എന്ന് പറയുക. രത്യാപുരുഷൻ എന്ന് പറഞ്ഞാലേ നമുക്ക് പല പുരുഷന്മാരെ കിട്ടണം. മഹാപുരുഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല പുരുഷന്മാരുണ്ട്. അല്ലെങ്കിൽ ഒരു പുരുഷന്മാരാണ് ഈ രത്യാപുരുഷന്മാർ. രഥം, രത്യ എന്നുള്ളത് പറഞ്ഞാൽ വാക്ക്, അതായത് പാത, പാത, അതിനാണ് രത്യാപുരുഷൻ എന്ന് പറയുന്നത്. റോഡ്, പാത, വഴി, അല്ലെങ്കിൽ അവിടെ നടക്കണ അധികം നടക്കുന്ന ആളുകൾ, റോട്ടിൽ കൂടെ ഒരു പണിയില്ലാണ്ടും ചുമതലയില്ലാണ്ടും പ്രത്യേകിച്ച് ലക്ഷ്യബോധവും ഇല്ലാതെ നടക്കുന്നവരെയാണ് നമ്മൾ അങ്ങാടിപ്പിള്ളർ എന്ന് പറയുക. അങ്ങനെയും പറയാം, അങ്ങാടിപ്പിള്ളർ അല്ലെങ്കിൽ റോട്ടിൽ കൂടെ നടക്കുന്നതായിട്ടുള്ള ആളുകളെല്ലാം അത് ഒരർത്ഥമില്ലാത്തതായിട്ട് തീരുന്ന അർത്ഥം. അവരുടെ വാക്കുപോലെ ആവും. അപ്പോൾ റോട്ടിൽ കൂടെ ഒരു നടക്കുന്ന യാതൊരുവിധ പ്രാധാന്യവും ഇല്ലാത്ത വാചക അവരുടെ വാക്കുകൾ പോലെ
ആയിട്ട് തീരുന്നു. ഈ വക വാക്കുകളൊക്കെ എങ്ങനെയായാൽ ഭക്തന്മാർക്ക് രക്ഷ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് വയ്ക്കുക. ഇത്രയൊക്കെ ഭഗവാനെ ഭരിച്ചിട്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ വേദവ്യാസൻ്റെ വാക്കും അങ്ങയുടെ വാക്കും ഒക്കെ വേദവാക്യങ്ങളൊക്കെ എന്തുപോലെയാവും? തെണ്ടി നടക്കുന്നവരുടെ വാക്ക് പോലെയാവും. രത്യാപുരുഷ വചനം എന്ന് പറഞ്ഞാൽ വെറും റോട്ടിൽ കൂടെ അല്ലെങ്കിൽ പാതയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണവർ, തെണ്ടി നടക്കുന്നവർ എന്ന് പറയാം. ലക്ഷ്യബോധമില്ലാണ്ട് അലഞ്ഞ് നടക്കുന്ന, ചുമതലയില്ലാത്ത, ഒരു ലക്ഷ്യമില്ലാണ്ട് നടക്കുന്ന ആൾക്കാർ പല വാക്കും പറയും. അതിന് വല്ല വിലയുണ്ടാവുമോ? അപ്പോൾ അതുപോലെ ആവാൻ പാടുമോ വേദവ്യാസൻ്റെ വാക്ക് അല്ലെങ്കിൽ അങ്ങയുടെ വാക്ക്? സർവേശ്വര, അതങ്ങനെ ആവില്ലേ? തീർച്ചയായിട്ടും അതങ്ങനെ ആവാൻ വഴിയില്ല എന്നർത്ഥം. അങ്ങാടി പിള്ളേരുടെ വാക്കുകളും ഭഗവാനിലോ വേദങ്ങളിലോ വ്യാസനോ പറഞ്ഞ വാക്ക് ഒരുപോലെ ആവുമോ? ഒരു കാരണവശാലും അതൊരുപോലെ ആവാൻ ന്യായമില്ലല്ലോ. അതുകൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവദാ രക്ഷിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. എത്രയോ ദിക്കിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഗീതയിൽ എന്താണ്? അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഏതൊരു മനുഷ്യൻ അനന്യമായിട്ടുള്ള ഒരു ചിന്തയും കൂടാതെ, അന്യചിന്ത കൂടാതെ എന്നെ തന്നെ ഉപാസിക്കുന്നുണ്ടോ അവൻ്റെ യോഗക്ഷേമം അർജുന ഞാൻ വഹിക്കുന്നു. സുധാമാവ് യാതൊരുവിധ തൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യാതെ ഈശ്വരനെ ഭജിച്ചു എന്ന് കുചേലവൃത്തം കേൾക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരാൾക്ക് ഇരുന്നാൽ അത് നിരുത്തരവാദപരല്ലേ? തൻ്റെ കുടുംബത്തിനെ കുറിച്ച് ചിന്ത വേണ്ടേ? ഒരു ഗൃഹസ്ഥനായാൽ മിണ്ടാണ്ടിരുന്ന് നാമവും ചോദിച്ചാൽ അത് ശരിയാവുമോ? പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് അവസാനം നന്നായി. ഈ കഥയുടെ അവസാനമല്ലേ കേൾക്കേണ്ടത് എപ്പോഴും. അവസാനം എവിടെ എത്തി അദ്ദേഹം? ഒട്ടും കുറഞ്ഞിട്ടില്ലാവോ? വേറൊരു ദ്വാരക എന്ന് തോന്നുമാറ് ഉള്ള തൻ്റെ വീടിനെ ആക്കി തീർത്തു. പക്ഷെ കാലതാമസം നേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒരു ബിസിനസ്സിൽ പൈസ ഇറക്കിയാലും ചിലപ്പോൾ പെട്ടെന്ന് റിട്ടേൺസ് കിട്ടുമോ? ഏതായാലും ചിലപ്പോൾ ചില താമസങ്ങൾ വന്നു എന്ന് വരും. അപ്പോൾ ഇവിടെ കുറച്ച് താമസം വന്നു എന്നൊഴിച്ചാൽ എങ്ങനെയാണ് അത് നിരുത്തരവാദപരമാവുക? എന്താ കാരണം വെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് ഇരുന്നത് എന്നും കൂടി ചിന്തിക്കണം. അതുപോലെ ഒരു നിമിഷം നമുക്കിരിക്കാൻ പറ്റുമോ? അനന്യചിന്ത കൂടാതെ ഒരു ദിവസം മുഴുവൻ നമുക്കിരിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം പോട്ടെ, പല ദിവസങ്ങളുടെ കഥയൊക്കെ വിടുക. അനന്യചിന്തനായിട്ടിരിക്കണം. നമുക്ക് ആർക്കും അതിനൊക്കെ കഴിയുക? അതിലിടയ്ക്ക് ടി വി കാണണം, ഇടയ്ക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ വേറൊന്ന് കേൾക്കണം, പാട്ട് കേൾക്കണം, അയൽപക്കത്തേക്ക് പോകണം. ഒരുപാട് ചിന്തകളുടെ ഇടയിൽ എത്ര കുറച്ച് സമയമാണ് നമ്മൾ ഈശ്വരനെ ചിന്തിക്കാൻ നീക്കി വെച്ചിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും തന്നെയുണ്ട്. അതെന്നെ ഒന്നാക്കി മാറ്റിവരുന്നുണ്ട്. രണ്ടെണ്ണം വയ്യാട്ടോ, എന്തെങ്കിലും സന്ധ്യയ്ക്ക് ആക്കുക, അത് മാത്രം മതി. അല്ലച്ചാൽ രാവിലെ ആക്കുക, രണ്ടും കൂടി ആയാൽ ആ തീയായാലോ? 2 നേരമൊന്നും പറ്റില്ല. എനിക്കിപ്പോൾ സന്ധ്യയ്ക്കേ തരുള്ളൂ. അതന്നെ എല്ലാ ദിവസവും ഉണ്ടാവുമോ? ഇന്ന് മുടക്കി, അങ്ങനെയും വരാം. എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാൽ രാവിലത്തെ മുടക്കില്ലേ? അപ്പോൾ ആ ലേശം സമയം പോലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് പാലിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ. അപ്പം നേരം എന്നിട്ട് വേണ്ടേ ഇപ്പോൾ ദിവസം മുഴുവൻ അനന്യാചിന്തയന്തോമാവണം. അങ്ങനെ ഇരുന്ന കുചേലൻ്റെ ഇരിപ്പും അങ്ങനെ നമ്മളിരുന്നാലും അത് ഒരുപോലെയല്ല. കാരണം അദ്ദേഹം തൻ്റെ കുടുംബത്തിനെ ഈശ്വരന് പൂർണ്ണമായി സമർപ്പിച്ചിട്ടാണ് ഇരുന്നത്. അതിൻ്റെ വില അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. കുറച്ച് വഴുകിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ബലം എല്ലാവർക്കും ഉണ്ടാവും. അതിൽ പക്ഷഭേദമൊന്നുമില്ല. അപ്പോൾ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു സമർപ്പണ ബുദ്ധി ഏതൊരാൾക്കുണ്ടോ അവരുടെ കാര്യം ഭഗവാൻ നോക്കും എന്ന് ഭഗവാന്റെ വാക്കാണത്. ഇനി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, അതിനൊരു ഉദാഹരണം എത്രയോ വാക്കുകളുണ്ട്. ഒന്നാ പറഞ്ഞ തമുസ്തോദാര പൂർവ്യം യഥാവിധ ഹൃദസ്യ ഗർഭം ജനുഷാപിപർത്തന ആസ്യ ജാനന്ദോ നാമ ചിദ്വിവക്തന മഹസ്തേ വിഷ്ണു സുമതിം ഭജാമഹേ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുക. അല്ലയോ വിഷ്ണു ഭഗവാനെ
പറയുകയാണ്, ഞങ്ങൾ അവിടുത്തെ തത്വജ്ഞാനത്തെയാണ് ഭജിച്ചു കൊള്ളുന്നത്. ഈ വാക്കുകൊണ്ടും ഭാഷാജ്ഞാനം കൊണ്ടും മറ്റൊന്നിനെയും വർണ്ണിക്കാനല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ല, കവികളോടും ഭഗവാൻ പറയണം, അല്ലയോ സ്ഥിതിശീലന്മാരായ കവികളെ, നിങ്ങൾ വേദസാരം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? അവതാര കഥകളെ കൊണ്ട് ഈശ്വരനെ സ്തുതിക്കിൻ. ഹേ സ്തോതാര എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് അതിൽ അവസാനം. അത് വേദവാക്യാണ്. അവരുടെ രക്ഷാകർത്തൃത്വം ഭഗവാൻ ഏറ്റെടുക്കും. ഈ വ്യാസൻ്റെ വാക്യം എന്ന് പറഞ്ഞാലോ, അനർത്ഥോപമ ഇവിടെ പറയണു, യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പത്തതേ പുംസാ ശോകമോയ ബഹാവഹ. ശോകം മോഹ ഭയാവഹ എന്നല്ല കേട്ടോ. ഭയാവഹ എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടാക്കലായി. ഭയാപഹ എന്ന് പറഞ്ഞാൽ പേടി ഇല്ലാണ്ടാക്കലായി. പാന്നും വാന്ന് പോയാൽ നേരെ വിപരീത അർത്ഥം വരിക. ഭയാപഹ. ഇവിടെ ഭാഗവതം രചിച്ചപ്പോൾ ആ ഭാഗവതത്തിൻ്റെ പ്രത്യേകതയെ പറഞ്ഞു. അത് കേട്ടാൽ എന്താ ഉണ്ടാവുക? ശോകവും മോഹവും ഭയവും ഇല്ലാണ്ടാവും. ഈ മൂന്നെണ്ണമാണ് നമുക്ക് ശത്രു എന്നാണ്. ഒന്ന്, കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കലാണ് ശോകം. ഇതിനത്രേ ശോകങ്ങൾ കഴിഞ്ഞു പോയി, ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ധനം നഷ്ടപ്പെട്ടു, വീടുണ്ടായില്ല എന്നൊക്കെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ നമ്മൾ ശോകം. പിന്നെ ഒന്നുള്ളതാണ് മോഹം. അത് മിക്കവാറും ആഗ്രഹം ഇപ്പോൾ ഉള്ള ആ ഒരു സംഗതിയെ സംബന്ധിക്കുന്നതാവും എന്നാണ് പറയുക. മോഹമുണ്ട്, ഇപ്പം തന്നെ കിട്ടിയാൽ നന്നായി. കുറേ കഴിഞ്ഞിട്ട് കിട്ടുന്ന മോഹമല്ലല്ലോ വേണ്ടത്, എന്നിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പോൾ മോഹം പലപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ തന്നെ വേണം എന്നുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മോഹം എന്ന് പറയുന്നത്. ഇനി ഭയം എന്ന് പറഞ്ഞാലോ, അത് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, വരാൻ പോകുന്ന ഭയത്തെക്കുറിച്ച് നമ്മൾ പേടിക്കണു. അതാണ് ഭാവിയെക്കുറിച്ച് എന്ന് പറയുന്നത്. മോഹമായിട്ടും ഭയമായിട്ടും. ചിലർ തിരിച്ചും പറയും കേട്ടോ. കാരണം മോഹം എന്ന് പറയുമ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണ്, ഭയം എന്ന് പറയണത് ഇപ്പോൾ ഉള്ളതാണ് എന്ന് അങ്ങനെയും അഭിപ്രായമുണ്ട്. ഇപ്പോൾ തന്നെ വരുന്നൊരു സംഗതിയാണ് നമ്മൾ അധികം പേടിക്കുന്നത് എന്നാണ്. കുറേ കഴിഞ്ഞ് വരുന്നതിനെ അധികം ഇപ്പം തന്നെ പേടിക്കേണ്ടല്ലോ, അത് അപ്പം പോരെയെന്നൊരു വിചാരം ഉണ്ടാവും. അത്രേ കുറേ കഴിഞ്ഞ് വരണ ഭയം. പെട്ടെന്നാകുമ്പോൾ വളരെ സൂക്ഷിക്കണം, അത് അടുത്ത് എത്തിയിട്ടും അപകടം എന്ന് വരുമ്പോൾ ഭയം പ്രസൻറ്റ് ടെൻസിനെയും മോഹം ഫ്യൂച്ചർ ടെൻസിനെയും ആണ് എന്ന് എന്തോ ആവട്ടെ, മൂന്ന് അവസ്ഥ നമുക്ക് ദുഃഖകാരനാണ്. ശോകം, മോഹം, ഭയം. ഒന്ന് ഫ്യൂച്ചർ ടെൻസാണ്, ഒന്ന് കഴിഞ്ഞ ടെൻസാണ്. മോഹം എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തെ വേണമെങ്കിലും ആവാം, അങ്ങനെ എടുക്കാം. ഇപ്പം തന്നെ വരുന്ന ആഗ്രഹം ഉണ്ടാവുക, ഭാവിയിൽ സാധിക്കേണ്ട ആഗ്രഹമാവുക ഒക്കെ ആവാമല്ലോ. അപ്പോൾ അത്തരത്തിനെക്കുറിച്ചുള്ള ദുഃഖമാണ് നമുക്ക് മോഹം. ഉണ്ടായില്ല, ഉണ്ടാവണം, അപ്പം ഇതില്ലാണ്ടാവണു എന്ന് വ്യാസൻ പറഞ്ഞിരിക്കുന്നു. ശോകമോഹ ഭയങ്ങളെ ഇല്ലാണ്ടേക്കാം. അപ്പോൾ വ്യാസൻ പറഞ്ഞതിന് ഉദാഹരണം പറഞ്ഞു, ഭഗവാൻ പറഞ്ഞതിന് ഉദാഹരണമാണ് അനന്യാശ്ചിന്തയന്തോമ തമുസ്തോതാര പൂർവ്വം യഥാവിധ ഹൃദസ്യഗർഭം എന്നുള്ളതിൽ വേദവാക്യമായിട്ടും പറഞ്ഞു. ഭഗവാനെ തുതിക്കിൻ. വേദങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഭാഷാജ്ഞാനം, ഇതൊക്കെ ഈശ്വരനെ സ്തുതിക്കാനായിക്കൊണ്ട് ഉപയോഗിക്കും. അങ്ങനെയാകുമ്പോൾ എല്ലാ ദുഃഖങ്ങളും തീരും. അതാണ് ഇവിടെ എന്തുകൊണ്ട് എന്നെ ചെയ്ത് വ്യാസക്യോത്തി വ്യാസൻ പറഞ്ഞിട്ടുള്ളത്. തവച അങ്ങയുടെ, നൈകം വേദം, നിഗമത്തെ സംബന്ധിച്ചുകൊണ്ടാണ് നൈഗമ അവചോ എന്ന് പറയുന്നത്. നൈഗം അവചോ, നൈഗമ വചോ, വേദത്തിൽ പറഞ്ഞ വാക്കുകൾ. നൈഗമ വചോ, നിഗമത്തിൽ പറയപ്പെട്ടതായിട്ടുള്ള വചം നൈഗമ വചം. അതൊക്കെ രത്യാപുരുഷന്മാർ അതീന്തി നടക്കണോർ പറയണ പോലെ വിലയില്ലാത്ത വാക്കാവില്ലേ എന്ന് പറഞ്ഞാൽ, ഇത്രയും വാക്യങ്ങൾ വ്യാസനായിട്ടും അങ്ങയുടെ വാക്കായിട്ടും അതുപോലെ തന്നെ വേദവാക്യങ്ങളും പറയുന്നു, അടിച്ചുറപ്പിച്ച് പറയുന്നു, സദാ ഈശ്വര ചിന്ത ചെയ്യുന്നവരെ ഭഗവാൻ രക്ഷിക്കും. അതുകൊണ്ട് സർവേശ്വര, ആ ഭക്തി തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. സ്പീതാ ഭവതു മമ, വീണ്ട വർദ്ധിച്ച രീതിയിൽ എനിക്കുണ്ടാവട്ടെ. ശൈവ പ്രശമയേത് അശേഷ ക്ലേശൗഖം, എല്ലാ ക്ലേശത്തിൻ്റെ കൂട്ടം, ഔഖം എന്ന് പറഞ്ഞാൽ കൂട്ടം, ക്ലേശത്തിൻ്റെ കൂട്ടത്തിനെ ഒന്നിച്ച് കൂട്ടിയിട്ട വിറകിനെ അഗ്നി ദഹിപ്പിക്കണ പോലെ ദഹിപ്പിക്കുന്നതാണ് കൂട്ടം എന്ന് പറയുന്നത്. ഒരു ക്ലേശവും രണ്ട് ക്ലേശവും ആവില്ല. ചിലപ്പോൾ ഒരാൾക്ക് ഒരു കൂട്ടം ക്ലേശങ്ങളുണ്ടാവും ഇല്ലേ.
വിറകാണ്ട് കൂട്ടിയിട്ടൊരൊറ്റ തീ മതി അത് മുഴുവൻ ദഹിപ്പിക്കാൻ. അതുപോലെ അശേഷ ക്ലേശൗഖം പ്രശമയേത്, ശമിപ്പിക്കും. അല്ലെങ്കിലോ ഒരു സംശയവും ഇക്കാര്യത്തിൽ എനിക്കില്ല. നഹി ഹൃദി സന്ദേഹ കണിക, ഹൃദയത്തിൽ ഹൃദയത്തിൽ എനിക്ക് അശേഷം സംശയം ഇക്കാര്യത്തിലില്ല. അല്ലെങ്കിലോ വ്യാസൻ നചേത് വ്യാസ, ഉക്തി, വ്യാസൻ പറഞ്ഞ ഉക്തികൾ, തവ അങ്ങയുടെ യുക്തികൾ, നൈഗമ വചോ വേദവാക്യങ്ങളെല്ലാം വെറുതെ റോട്ടിൽ കൂടെ നടക്കണവർ പറയണ പോലെ ആവില്ലേ? അങ്ങനെ ആവില്ല തീർച്ചയായിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ പൂർണ്ണമായ വിശ്വാസമാണ് നമുക്കതിലേക്ക് എത്തിക്കുന്നത്. വിശ്വാസം പകുതി ആവരുത്. അതിനൊരു ചെറിയ കഥ തന്നെ പറയും. ഒരു സ്വാമിജി പ്രസംഗിച്ചും കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഏത് ആപത്തിൽ നിന്നും ഭക്തനെ ഭഗവാൻ രക്ഷിക്കും. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് നീട്ടിട്ട് ചോദിച്ചു, സ്വാമി അങ്ങനെയാണെന്ന് ഉറപ്പുണ്ടോ ചോദിച്ചു. ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ആലിൻ്റെ മുകളിൽ കയറി ചാടി എൻ്റെ കാല് പൊട്ടാതിരിക്കുമോ? അത് തൻ്റെ വിശ്വാസം പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. ഇയാൾ ആലിൻ്റെ മുകളിൽ നിന്ന് കയറി കാലൊക്കെ പൊട്ടി ആകെ അപകടമായി. സ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്തേ ഭഗവാൻ രക്ഷിക്കാഞ്ഞേ? സ്വാമി ഉടനെ പറഞ്ഞു, ഇവിടെ കൂടിയിട്ടുള്ള ആരും ഇപ്പം ഈ മരത്തിൻ്റെ മുകളിൽ കയറി ചാടിയില്ലല്ലോ. അവർക്കാർക്കും ചാടാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് വിശ്വാസമുണ്ട്. തനിക്കോ സംശയമുണ്ട്. ആ സംശയം തീർക്കാനല്ലേ ചാടിയത്. അത് സംശയിച്ചാൽ ഇങ്ങനെയാവും സ്ഥിതി. അങ്ങനെ ഉള്ള വിശ്വാസം കൊണ്ട് കാര്യമില്ല, അത് ഉറപ്പുണ്ടാവണം. എന്നാൽ അത് നമുക്ക് അനുഭവമായിട്ട് കാണും. സംശയിച്ചാലോ പോയി. സംശയിച്ചുകൊണ്ടല്ലേ ചാടിയത്. ഇവിടെ വേറെ ആരെങ്കിലും ചാടിയോ? താനൊരൊറ്റ ആളോ അവിടെ ചാടി. ഇവർക്കൊക്കെ എന്താ വിശ്വാസമില്ല കഴിഞ്ഞിട്ടാ? അവർക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞതിൽ അവർ വിശ്വസിച്ചു, അവർക്ക് അബദ്ധം പറ്റിയില്ല. അപ്പോൾ സംശയം പാടില്ല. സംശയാത്മാ വിനശ്യതി. സംശയം കൂടാത്ത വിശ്വാസം എല്ലാ ക്ലേശൗഖങ്ങളും നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞത് വെറുതെയും വ്യാസനും അങ്ങ് തന്നെ അങ്ങയുടെ വാക്ക് എത്രയോ ഉണ്ടോ ഉപദേശത്തിലൊക്കെ, പിന്നെ വേദവാക്യങ്ങളും വെറുതെയാവും എന്ന് പറയണം. ഭവത് ഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഖം നഖലു ഹൃദി സന്ദേശഗണിക നേത് വ്യാസക്തിയോക്തി തവ ച വചനം നേഗമവചോ ഭവേന്മിത്യാ ഋപ്ത്യാ പുരുഷവചനപ്രായമഖിലം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.